നമസ്കാരം. SOS എന്ന് പറയുന്നതിനെ സാധാരണ നമ്മൾ ഡേഞ്ചറിൻ്റെ സൈനായിട്ടോ അല്ലെങ്കിൽ എമർജൻസിയുടെ സൈനായിട്ടൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ SOS എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ ഓറിയൻറ്റഡ് സ്കീംസിനെയാണ് SOS എന്ന് പറയാറുള്ളത്. അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ലോങ് ടേമിൽ നമുക്ക് ഭാവിയിലേക്ക്, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഭാവിയിലേക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ് പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ SOS എന്ന് പറയുന്ന സ്കീമുകളിൽ പെടുന്ന ഫണ്ടുകൾ 3 തരത്തിലുള്ള ഫണ്ടുകളാണ് SOSൽ പെടാറുള്ളത്. ELSS അഥവാ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം ആയിട്ടുള്ള ഫണ്ടുകൾ, കുട്ടികളുടെ ഫണ്ടുകൾ, ചിൽഡ്രൻസ് ഫണ്ടുകൾ, അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടുകൾ. ഈ 3 ഫണ്ടുകളെയാണ് സാധാരണയായിട്ട് നമ്മൾ ഈ പറയുന്ന SOS എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറുള്ളത്. SOS പ്ലാനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലോക്കിൻ പീരീഡ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതായത് അണ്ടർ എനി സർക്കംസ്റ്റൻസസ് നമുക്ക് എന്ത് കാരണം കൊണ്ടും നമുക്ക് ലോക്കിൻ പീരീഡിനുള്ളിൽ പണം പിൻവലിക്കാൻ സാധിക്കുന്നതല്ല. മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയുള്ള പ്ലാനുകൾ വളരെ കുറവാണ്. ഈ പറയുന്ന SOS കാറ്റഗറിയിലുള്ള ഫണ്ടുകൾക്കാണ് അങ്ങനെ വരാറുള്ളത്. അപ്പോൾ അതിനെന്താണ് അതിനുള്ള ഗുണം അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ദോഷം നോക്കുകയാണെങ്കിൽ, ദോഷം നമ്മൾ ആദ്യം പറയാം. നമുക്ക് ഒരു കാരണവശാലും ആ പറയുന്ന സമയത്തിനുള്ളിൽ പിൻവലിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ദോഷമെങ്കിൽ, അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് റിട്ടേൺസിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടാറുണ്ട്. ELSS എന്ന് പറയുന്നത് ടാക്സിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെ ടാക്സിൽ നിന്നൊരു സംരക്ഷണം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പല ആൾക്കാരും ഉപയോഗിക്കാറുള്ളത്. 3 വർഷമാണ് ഈ പ്ലാനിൻ്റെ ലോക്കിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൾഡ് റീജിയനിലുള്ള ATC പ്രകാരമുള്ള ടാക്സ് എക്സംഷൻ ഈ പറയുന്ന പ്ലാനുകൾക്ക് നമുക്ക് ലഭിക്കാറുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം, ചിൽഡ്രൻസ് ഫണ്ടുകൾ. കുട്ടികളുടെ ഫണ്ടിലായാലും പെൻഷൻ ഫണ്ടുകളിലായാലും 5 വർഷമാണ് ലോക്കിൻ പീരീഡ് ഉള്ളത്. കുട്ടികളുടെ ഫണ്ടിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടി നോമിനി എന്ന രീതിയിലല്ല, ബെനിഫിഷ്യറി എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതായത് നമ്മൾ രക്ഷിതാവാണ് പ്രീമിയം അല്ലെങ്കിൽ SIP ആണെങ്കിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ചെയ്യുന്നുണ്ടാവുക. രക്ഷിതാവ് ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 18 വയസ്സ് കുട്ടിക്ക് പൂർത്തിയാവുന്ന സമയത്ത് കുട്ടിയുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയും കുട്ടിയുടെയും കൂടിയുള്ള ജോയിൻ്റ് അക്കൗണ്ടിലേക്കോ മാത്രമേ ഈ ഫണ്ടിൽ നിന്ന് നമുക്ക് പണം തിരിച്ചു കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് വലിയ രീതിയിൽ, നല്ല രീതിയിൽ മാർക്കറ്റിൽ റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളാണിവ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ, ഒരു കുട്ടിയുടെ കാര്യമാണെങ്കിൽ കുട്ടിയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവാഹം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് ഈ പറയുന്ന ഫണ്ട് ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾക്ക് അത് കൃത്യമായി എത്തിച്ചേരാറുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ റിട്ടേൺസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഫണ്ടുകൾക്ക് കൂടുതൽ റിട്ടേൺസ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആൾക്കാരിടയ്ക്ക് വെച്ച് പിൻവലിക്കില്ല എന്നുള്ള ഒരു വല്ലാത്തൊരു സൗകര്യം ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക്, അതായത് റിഡംഷൻ ത്രെട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തേത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ആ ഗോളിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ എന്നുള്ള രീതിയിലാണ് ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തെ കാര്യം, ഷെയറുകളുടെ ഒരു വല്ലാത്തൊരു ഡൈവേഴ്സിറ്റി ഇവിടെ കാണാൻ പറ്റും. കാരണം 3 വർഷം പണം പിൻവലിക്കുന്നുള്ള ഇല്ല എന്നുള്ളൊരു ധൈര്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ റിസ്ക് ഉള്ള ഫണ്ടുകളിലേക്കൊക്കെ ഈ പറഞ്ഞ ഫണ്ട് മാനേജർക്ക് അവരുടെ സമയവും അവരുടെ കഴിവും പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കി മാറ്റാൻ ഈ പറയുന്ന ഫണ്ടുകളിലൂടെ സാധിക്കാറുണ്ട്. സോ ഇതാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലെ SOS എന്ന് പറയുന്നത്.